ആഗ്രഹങ്ങളും ഒക്കെ പലപ്പോഴും വളരെ വളരെ അത്ഭുതാവഹങ്ങളാണ്. ലണ്ടനിൽ സാമാന്യ മര്യാദയ്ക്ക് നല്ല വ്യവസായങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നതായ ഒരു കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരന് അധികം കാലം അവിടെ തന്നെ ജീവിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോഴും അവിടെ തന്നെയാണ്. ആനക്കമ്പം കലശലായിട്ട് ആനക്കമ്പുണ്ടായി. നാട്ടിൽ വന്നിട്ട് ഒരു ആനയെ മേടിക്കുകയും ചെയ്തു. ആ ആനയെ മേടിച്ചപ്പോഴാണ് തോന്നി കുറച്ചും കൂടി നല്ലൊരു ആന, കുറേയും കൂടി ലക്ഷണത്വതായ ഒരാനയെ വേണം എന്ന് വിചാരിച്ച് വേറെ ആനയെ മേടിച്ചു. അതാണ് ആ ആനയെ പറ്റിയിട്ടാണ് ഇന്ന് പറയണത്. മുള്ളത്ത് ഗണപതി എന്ന് പറയുന്ന ഒരാന. ഇദ്ദേഹത്തിൻ്റെ ആനക്കമ്പം 2 കാരണം കൊണ്ട് അത്ഭുതാവഹമാണ്. കാരണം വളരെ ഈ ചെറുപ്പക്കാരൻ അനവധി കാലമായിട്ട് ജീവിതത്തിൻ്റെ അധിപങ്കും ലണ്ടനിലുണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അവിടെ തന്നെയാണ്. വളരെ ചെറുപ്പമാണ് അർത്ഥം. അങ്ങനെ ഒരാൾക്ക് ആനക്കമ്പം ഉണ്ടാവുകയും അദ്ദേഹം ആദ്യത്തെ ആന പോരാന്ന് വിചാരിച്ച് ലക്ഷണമൊത്ത വേറെ ആനയെ മേടിച്ചു. ആ ആനയ്ക്കാണ് ചെറുവത്താനി വെച്ചിട്ട് ഇതായിപ്പോൾ ഗജരാജപ്പട്ടം കൊടുത്തത്. അത് എങ്ങനെയെന്ന് വെച്ചാൽ അതിനുണ്ടൊരു അത്ഭുതം. കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള കുറേ ആനകൾ, ആ ആനകളുടെ സാന്നിധ്യത്തിലാണ് ഈ ഗണപതിക്ക് ഗജരാജപ്പട്ടം കൊടുത്തത്. അതിനെ പറ്റിയിട്ടാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത്. ആനയെ പൈതൃക മൃഗമായി പ്രഖ്യാപിക്കുകയും അതുവഴി നാട്ടാന പരിപാലനത്തെയും നാട്ടാനകളുടെ വിവിധങ്ങളായ ഉപയോഗത്തെയും ഘട്ടം ഘട്ടമായി നിയന്ത്രിക്കുവാനും നിരോധിക്കുവാനുമുള്ള ശ്രമങ്ങൾ കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഒരു വഴി പുരോഗമിക്കുന്നു എന്നത് വാസ്തവം. പക്ഷേ ആനകളില്ലാത്ത തൃശൂർ പൂരത്തെയും ആഞ്ഞൂർ, പാർക്കാടി, ആയിരങ്കണ്ണി പൂരങ്ങളെയും പറ്റി ഒന്ന് പ്രതീക്ഷിക്കുവാൻ പറഞ്ഞാൽ, ഒന്ന് സങ്കല്പിക്കുവാൻ പറഞ്ഞാൽ അതിന് വേറെ ആളെ നോക്കിയാൽ മതിയെന്നാവും അവരുടെ മറുപടി. പൂരക്കമ്പക്കാരായ, ആനക്കമ്പക്കാരായ തൃശൂരുകാരുടെ മറുപടി. തൃശൂർ പൂരവും നെന്മാറ വല്ലങ്ങിവേലയും തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവവും പോലുള്ള അഭിജാത പൂരങ്ങളുടെ നടത്തിപ്പുകാർ ഉത്സവ ആഘോഷങ്ങളിലെ ആന എഴുന്നള്ളിപ്പുകൾക്കെതിരായ നീക്കത്തെ ചെറുത്ത് തോൽപ്പിക്കുവാനും അതിനെതിരെ സംഘടിക്കുവാനും കോപ്പ് കൂട്ടുമ്പോഴും ഇതിനൊക്കെ പുല്ലുവില പോലും കൽപ്പിക്കാതെ നമ്മുടെ പൂരത്തിന് ആനയെ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ ഇവൻ ആര് എന്ന വെല്ലുവിളിയുമായി അടുത്ത പൂരത്തിന്റെ ആനകൾക്കുള്ള പിരിവും ആന ഫണ്ടുകളുമൊക്കെയായി അടിച്ചു പൊളിച്ച് ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് കുന്നംകുളത്തുകാരായിരിക്കും. അതെ, കുന്നംകുളത്തിന് ആന എന്ന 2 അക്ഷരം വികാരവും ആവേശവും എന്നതിനപ്പുറം ഒരു ലഹരി തന്നെയാണ്. മത്സരപൂരങ്ങളായാലും ആനയൂട്ടുകളായാലും ഇടയ്ക്കെപ്പോഴെങ്കിലും സംഭവിക്കാറുള്ള ആനയോട്ടങ്ങളായാലും കുന്നംകുളത്തിന്റെ ആനപ്രേമത്തിനും ആനക്കമ്പത്തിനും ആകാശം മാത്രം അതിര്. ആനകളുടെ ഉയരത്തിനും അതിനേക്കാൾ ഉപരി തലപിടിത്തത്തിനും ഏറ്റവും അധികം നിലയും വിലയുമുള്ള ഈ മത്സരപൂരങ്ങളുടെ നാട്ടിൽ പക്ഷേ അപൂർവമായിട്ടെങ്കിലും അഴകിന്റെ രാജാക്കളും ആദരിക്കപ്പെടുന്നു. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഈയിടെ നടന്ന ആനയൂട്ടും ഗജരാജ പട്ടാഭിഷേകവും അത്തരത്തിൽ അഴകിനും ലക്ഷണ തികവുകൾക്കുമുള്ള കാലുകഴുകിച്ചൂട്ടായി മാറുകയായിരുന്നു. മുള്ളത്ത് ഗണപതി ഇങ്ങനെ ഒരു ഇതിനു വേണ്ടി കണ്ടെത്താനുള്ള അതിന്റെ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് ഗണപതിയെ തെരഞ്ഞെടുത്തത്? ഗണപതിയെ സംബന്ധിച്ച് ഒരു കാഴ്ചയിലും അതുപോലെ തന്നെ ഏത് പൂരപ്പറമ്പിൽ ചെന്നാലും പൂരപ്രേമികളുടെ ഇടയിലും ആനപ്രേമികളുടെ ഇടയിലൊക്കെ തന്നെ നല്ലൊരു സ്ഥാനമുള്ള ആനയാണ്. സ്ഥാനം എന്ന് ഉദ്ദേശിച്ചത് ഉയരം കൊണ്ടല്ല, അതിൻ്റെ കൊമ്പ് ഭംഗി, അതുപോലെ തന്നെ അതിൻ്റെ പെരുമുഖം, മൊത്തത്തിലുള്ള ആകാരം ഭംഗി. അതെ, ഒരു ആസാമി ആനയാണെങ്കിൽ പോലും ഒരു ആസാമി ആനകളുടെ ഇടയിലെ ഒരു നാടനാന എന്ന് പറയാവുന്ന ഒരു തരം ആനയാണ് ഈ മുള്ളത്ത് ഗണപതി. അതെ, കൊരട്ടിക്കര സ്വദേശികളും ലണ്ടനിൽ ഹോട്ടൽ വ്യവസായികളുമായ മുള്ളത്ത് കുടുംബത്തിന്റെ സ്വന്തമാണ് മുള്ളത്ത് ഗണപതി എന്ന ആന ഭീമൻ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ മുള്ളത്ത് വിജയൻ തങ്കം ദമ്പതികളുടെ പുത്രനായ ബിജു എന്ന ചെറുപ്പക്കാരന്റെ ഹരവും അഭിമാനവുമായ കൊമ്പൻ.
ജന്മം കൊണ്ട് ഒരു ആസാംകാരനും കർമ്മം കൊണ്ട് മലയാളിയുമായ മുള്ളത്ത് ഗണപതിക്ക് സത്യം പറഞ്ഞാൽ മലയാളികളുടെ ചില ആന ആൾ പരിപാടികളോട് തീരെ യോജിപ്പില്ലെന്നതാണ് യാഥാർത്ഥ്യം. ലക്ഷണ തികവുകൾ എന്ന് പറഞ്ഞാൽ, അന്തസ്സാർന്ന നിലവെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ സഹ്യപുത്രന്മാരുടെ മാത്രം കുത്തക എന്ന മലയാളിയുടെ ഒരുമാതിരി പൊട്ടക്കിണർ സാമ്രാജ്യ മനോഭാവം അവന് അന്നും ഇന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. പറച്ചിലൊന്ന് പ്രവൃത്തി മറ്റൊന്ന് എന്നതാണ് അവന് മലയാളികളെക്കുറിച്ച് ഉന്നയിക്കാനുള്ള രണ്ടാമത്തെ പരാതി. ഒരു വശത്ത് അഴകിനെയും ലക്ഷണ തികവിനെയും പറ്റി വാതോരാതെ സംസാരിക്കുമ്പോൾ തന്നെ പൂരപ്പറമ്പിലേക്ക് എത്തിയാൽ അഴകും അന്തസ്സുമൊക്കെ ആർക്ക് വേണം ഭായി, എല്ലാരിലും മേലെ ഏറ്റവും അധികം നേരം തല പൊക്കിപ്പിടിച്ചിരിക്കുന്നവനാരോ അവനല്ലേ നമ്മുടെ ഹീറോ എന്ന മട്ടിലുള്ള പെരുമാറ്റം. അതാണ് ഒട്ടും ദഹിക്കാത്തത്. മണിക്കൂറുകൾ തന്നെ എടുത്ത് തേച്ചു കുളിച്ച് അണിഞ്ഞൊരുങ്ങി പൂരപ്പറമ്പിലേക്ക് എത്തുമ്പോൾ അഴകും ആരോഗ്യവും എന്ന 2 പദങ്ങൾ 7 അയലത്തുകൂടി പോലും പോയിട്ടുണ്ടാവില്ലാത്ത, എഴുന്നേൽക്കാൻ ജീവനില്ലാത്ത കോലുനാരായണന്മാരെ പിടിച്ച് ഏറ്റവും നടുവിൽ നിർത്തുന്ന മത്സരപൂരങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയാലോ എന്ന് പോലും അവന് തോന്നാറുമുണ്ട്. അതുകൊണ്ടാണോ എന്തോ കുന്നംകുളത്ത് തനിക്കൊരു ഗജരാജപ്പട്ടവുമായി ആരാധകർ ഒറ്റക്കാലിൽ നിൽക്കുന്നു എന്ന് കേട്ടപ്പോഴും ആദ്യമൊന്നും അവൻ അതേ നാണയത്തിൽ ആവേശം കാട്ടാതിരുന്നത്. അതെ, ആദ്യം ഇത്തിരി തണുപ്പൻ പ്രതികരണമായിരുന്നു ഗണപതിക്കെങ്കിലും പിന്നീട് അവൻ അതറിഞ്ഞു. വരത്തനെന്ന് പറയാവുന്ന തന്നെ സംബന്ധിച്ചിടത്തോളം അതുതന്നെ ഒരഭിമാനമല്ലേ. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പട്ടാഭിഷേകം ഏതായാലും അങ്ങനെയൊന്നല്ല. എഴുത്തച്ഛൻ ശ്രീനിവാസനെയും തിരുവമ്പാടി കുട്ടിശങ്കരനെയും നന്ദിലത്ത് പത്മനാഭനെയും ചിറക്കൽ മഹാദേവനെയും എടക്കുന്നി അർജുനനെയും പോലുള്ള മഹാരഥന്മാരുടെ സാന്നിധ്യത്തിലാണ് തന്റെ കിരീടധാരണം. മാത്രമല്ല, മംഗലാംകുന്ന് പരമേശ്വര ചെട്ടിയാരും ചിറ്റിലപ്പള്ളി ഡേവിസും എഴുത്തച്ഛൻ ജയഗോപാലും ചിറക്കൽ മധുവും എടക്കുന്നി ഉണ്ണികൃഷ്ണ വാര്യരും അടക്കമുള്ള മലയാളി മണ്ണിലെ പേരുകേട്ട ആനയുടമകൾ ഇതേ ചടങ്ങിൽ തനിക്കൊപ്പം ആദരിക്കപ്പെടുന്നുമുണ്ട്. മാത്രമോ, പട്ടം ചാർത്താൻ എത്തുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക രാജസദസ്സിലെ ആസ്ഥാന വിദൂഷകൻ എന്ന് നിസ്സംശയം പറയാവുന്ന സാക്ഷാൽ ജയരാജ് വാര്യരും പിന്നെ നമ്മുടെ ചില വേണ്ടപ്പെട്ടവരുമൊക്കെ. ഇപ്പൊ ബിജുവിനെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പണമല്ല ആനയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ലണ്ടനിൽ വലിയ ഹോട്ടൽ വ്യവസായം ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ ആനയോടുള്ള സ്നേഹം കൊണ്ട് ആനയെ വളർത്തുന്നു. അങ്ങനെ മേടിച്ച ഒരു ആനയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഗജരാജപ്പട്ടം കിട്ടുന്നു. ഈ പട്ടം കിട്ടുമ്പോൾ ബിജുവിന്റെ മനസ്സിലൊരു, നിങ്ങളുടെ രാജേട്ടന്റെ ആണെങ്കിലും ബിജുവേട്ടന്റെ ആണെങ്കിലും മനസ്സിലുള്ളൊരു തോന്നൽ എന്താ? നല്ല സന്തോഷമുണ്ട്. ആനയ്ക്ക് കിട്ടിയ നല്ലൊരു അർഹതയുള്ള ഒരു ആനയാണ്. ഇപ്പോൾ പല ആനകൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലും എനിക്കായാലും രാജേട്ടനായാലും എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ വന്ന് ഇത്രയും ആൾക്കാരെ കാണാനും ഇത്രയും ആനകളെ കാണാനും എനിക്ക് അങ്ങനെ അത്ര ചാൻസ് ഒന്നും കിട്ടാറില്ല. അപ്പൊ ഞാൻ വന്ന സമയത്ത് തന്നെ ഇതിനു വേണ്ടി വന്നതല്ല, ഒരു കല്യാണത്തിന് വേണ്ടി വന്നതാണ്. അപ്പൊ അതിനുവേണ്ടി വന്നതാണ്. അപ്പോൾ ഇതും അതേ സമയത്ത് ഉണ്ടായപ്പോൾ അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ ആരുടെ അടുത്ത് ബന്ധപ്പെട്ടാലും ക്ഷണിക്കാനൊക്കെ ആയിട്ട് ഇതിന്റെ പേരിൽ ചെന്നപ്പോഴും എന്നോ കിട്ടേണ്ടതാണ് ഈ ആനയ്ക്ക്. പ്രസ് കോൺഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ലേഖകരും ഒക്കെ അങ്ങനെയാ പറയുന്നത്. ഒരു മാധ്യമ പ്രവർത്തകരും പറഞ്ഞു അപ്പോ അതിന് ഗണപതിയെ പറ്റി എന്തെങ്കിലും പറയണ വെച്ചവരുണ്ടെങ്കിൽ ഗണപതിയെ പറ്റി ഒന്നും പറയണ്ട, നിങ്ങൾക്കറിയാം. അപ്പൊ എന്നോ കിട്ടേണ്ട ഒരു ആനയായിരുന്നു, പക്ഷെ വൈകിപ്പോയി എന്നുള്ളൊരു തോന്നലുള്ളൂ എന്നാണ് പറയുന്നത്. ബിജുവിന്റെ ജീവിതത്തില് ഗണപതിയുടെ പോലെ തന്നെ ബിജുവിന്റെ ജീവിതത്തിലും വലിയൊരു ആ സമയത്ത് പങ്കെടുക്കാനും പറ്റി. ബിജുവും ഗണപതിയുമായുള്ള അടുപ്പത്തിനും കൂട്ടുകെട്ടിനും ആനക്കമ്പക്കാരനായ ഒരാന ഉടമയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഗജവീരനും എന്ന മച്ചാൻ ബന്ധത്തിനപ്പുറം അത്യപൂർവമായ ചില മാനങ്ങളുമുണ്ട്. ലണ്ടനിൽ ഹോട്ടൽ വ്യവസായിയായി കഴിയുന്ന കുടുംബത്തിലെ ചെറുപ്പക്കാരൻ അവന്റെ വരവുകൾ കൃത്യമായി മലയാളിയുടെ ഉത്സവ നാളുകളിലേക്കായി സംവരണം ചെയ്തതും വേണ്ടപ്പെട്ടവരോട് പോലും ഒന്ന് ആലോചിക്കാൻ നിൽക്കാതെ സ്വന്തം മനസ്സ് ആനകൾക്കായി തീരെഴുതി കൊടുത്തതും ബിജുവിന്റെ വീട്ടുകാർ ഒരു ഞെട്ടലോടെ ഇത്തിരി വൈകിയാണ് തിരിച്ചറിയുന്നത്. ആനപ്രേമം മൂത്ത്
അവസാനം തന്റേതായി ഒരാനയെ സ്വന്തമാക്കണമെന്ന ആവശ്യത്തിലേക്ക് എത്തിച്ചേരുവാനും ബിജുവിന്റെ മനസ്സിന് അധികകാലം വേണ്ടി വന്നില്ല. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും ചൊല്ലിക്കൊടുത്തിട്ടും ബിജുവിന്റെ ആനഭ്രമത്തിന് ഒട്ടും തന്നെ ശമനം കാണുന്നില്ലെന്ന് വന്നപ്പോൾ വീട്ടുകാർ പിന്നെ അതങ്ങ് ഉറപ്പിച്ചു. ഇതവരുടെ പണി തന്നെ. കണ്ണിറുക്കി കാണിച്ചും തുമ്പിയാട്ടി മാടി വിളിച്ചും ആനകൾ ചെക്കന് കൈവിഷം കൊടുത്തത് തന്നെ. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണമെന്നല്ലേ പ്രമാണം? അല്ല, ആനകൾ അത്രയ്ക്ക് വലിയ കാപ്പിരികളും ദുർമന്ത്രവാദികളുമായാൽ അവരുടെ മന്ത്രക്കളത്തിനുള്ളിൽ നിന്നും ചെറുക്കനെ രക്ഷിച്ചെടുക്കാൻ അതിലും വലിയ മന്ത്രവാദിയെ തന്നെ ശരണം പ്രാപിക്കുക. അങ്ങനെയാണ് ബിജുവിന്റെ ആനക്കമ്പം ഒന്ന് കുറഞ്ഞു കിട്ടുവാൻ വേണ്ടി ഒരേലസ് എഴുതിച്ച് അവന്റെ ദേഹത്തിടുകയെന്ന ലക്ഷ്യത്തോടെ ബിജുവിന്റെ അമ്മയും ബന്ധുക്കളും വടക്കേടത്ത് ഭവദാസൻ നമ്പൂതിരിയുടെ മനക്കിലെത്തുന്നത്. കാര്യമറിഞ്ഞപ്പോൾ നമ്പൂതിരിക്ക് ആദ്യം ചിരിയായിരുന്നു. എങ്കിലും ഇവരിത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നതല്ലേ, നിരാശപ്പെടുത്തരുതല്ലോ എന്ന് കരുതിയിട്ടാവും ഗൗരവം ഒട്ടും ചോരാതെ തന്നെ നമ്പൂതിരി രക്ഷ എഴുതി കെട്ടിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് പ്രവേശിച്ചു. എല്ലാ മനസ്സുകളും പ്രാർത്ഥനാ നിർഭരമായ ഏകാഗ്രതയിൽ തളം കെട്ടി നിൽക്കുന്നതിനിടെ ഒറ്റ നിമിഷം കൊണ്ട് ബിജുവിന്റെ മനസ്സ് കെട്ടുപൊട്ടിച്ച് പുറത്തു ചാടി. ഒരാന ഉടമ കൂടിയായിരുന്ന ഭവദാസൻ നമ്പൂതിരിയുടെ ആനകളിൽ ഒന്ന് മനയ്ക്കലെത്തുന്നതിന്റെ ചങ്ങലക്കിലുക്കമാണ് നിമിഷാർത്ഥം കൊണ്ട് ബിജുവിന്റെ മനസ്സിൽ നിന്നും മന്ത്രതന്ത്രങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചത്. ചങ്ങലയൊച്ചകൾക്ക് പിന്നാലെ സാക്ഷാൽ ആനത്തിരുവടികൾ തന്നെ മനയ്ക്കിലേക്ക് എഴുന്നള്ളി എത്തിയതോടെ ബിജുവിന്റെ സകല നിയന്ത്രണങ്ങളും വിട്ടു. ആര് കണ്ടാലും കൊതിക്കുന്ന കൊഴുത്തുരുണ്ട ഒരു സുന്ദര കുട്ടപ്പനാന. അടുത്ത നിമിഷം ഒളിവും മറയുമില്ലാതെ ഉള്ള കാര്യം നമ്പൂതിരിയോട് അവതരിപ്പിച്ചു. തിരുമേനി, ഇവനെ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എപ്പോഴായാലും എന്നോട് പറഞ്ഞിട്ടേ കൊടുക്കാവൂ. കടുവായ പിടിച്ച കിടുവയുടെ ആ നിഷ്കളങ്കമായ ചോദ്യത്തിനു മുന്നിൽ ഇത്തവണ തിരുമേനിക്കൊപ്പം ബിജുവിന്റെ അമ്മയും ചിരിച്ചുപോയി. നമ്പൂതിരി കണ്ണിലെ കൃഷ്ണമണി പോലെ പോറ്റുന്ന ആനയെ തനിക്കൊരിക്കലും കിട്ടുവാൻ പോകുന്നില്ലെന്ന് ഉറപ്പായപ്പോഴാണ് ബിജു മറ്റാനകളെ നോക്കി തുടങ്ങിയത്. അങ്ങനെ ആദ്യം ഒരു കുട്ടിക്കൊമ്പനെ കോട്ടയം ഭാഗത്തു നിന്ന് സ്വന്തമാക്കി. അവനാണ് വിജയകൃഷ്ണൻ. പിന്നെയായിരുന്നു വിധിയുടെ വിളയാട്ടം. കിഴക്കേടത്ത് ഭവദാസൻ നമ്പൂതിരി പെട്ടെന്ന് മരിക്കുന്നു. നമ്പൂതിരിയുടെ മരണശേഷം മക്കൾ ആനകളെ വിൽക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നെവിടെ നിന്നോ അറിയേണ്ട താമസം ബിജു അവിടേക്ക് ഓടിയെത്തി. അതെ, ഒരിക്കൽ ആനപ്രാന്തനിൽ നിന്നുള്ള മോചനത്തിനായി രക്ഷ എഴുതി കെട്ടുവാൻ വടക്കേടത്ത് മനയിലെത്തിയ ബിജുവിനെ അന്ന് മോഹിപ്പിച്ച അതേ ഗജരാജ കേസരിയാണ് ഇന്ന് മുള്ളത്തു വീടിന്റെ ഏലസ് ചങ്ങലയും കഴുത്തിലിട്ട് ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഗജരാജപ്പട്ടം ഏറ്റുവാങ്ങാനായി ആടി ഉലഞ്ഞ് നടകൊള്ളുന്നത്. ആദ്യം ഒരു ആനയോടുള്ള കൗതുകം കൊണ്ട് മേടിച്ച ആനക്കുട്ടിയായിരുന്നു വിജയകൃഷ്ണൻ അല്ലേ? അതിന് ശേഷമാണ് ഗണപതിയെ മേടിക്കുന്നത്. എന്തായിരുന്നു ഗണപതിയെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാര്യം? ഗണപതി അവിടെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, വടക്കേടത്ത് മനയിൽ ആനയെ കണ്ടിട്ടുണ്ട്, നല്ല ഭംഗിയുള്ളതാണ്. അപ്പൊ തമ്പുരാൻ പക്ഷെ ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ആനയായിരുന്നു. പിന്നെ ചോദിച്ചിട്ടുണ്ടോ? അന്ന് വേറെ ആൾക്കാർ ചോദിച്ചു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം. പിന്നെ നമ്മളായിട്ട് ചോദിച്ചിട്ടില്ല, ഞാൻ അവിടെ പോയിട്ട് കണ്ടിട്ടുണ്ട്. ഈ കുട്ടിയാനെ വാങ്ങണേക്കാളും മുമ്പ് അവിടെ പോയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കഴുകി നിർത്തിയ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു പൂരങ്ങളൊക്കെ ആയ സമയത്ത് ഇടയ്ക്ക് കാണാറുണ്ട് ഗണപതി ആനയെ. പിന്നെ ഞാൻ നാട്ടിൽ വന്ന സമയത്തെന്ന് പറഞ്ഞത് ഗണപതി ആനേനെ കൊടുക്കുകയാണ്. തമ്പുരാൻ മരിച്ചുപോയി. ഒരു ജയേട്ടൻ്റെ അടുത്ത് തന്നെ അവിടെ ഉണ്ട്, ആനുണ്ട് പറഞ്ഞു. അപ്പം ഞങ്ങളങ്ങനെ പോയി നോക്കി. അപ്പം ഞാനും വെലിച്ചനും കൂടി ആദ്യം ജയേട്ടൻ്റെ അച്ഛനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ജയേട്ടൻ്റെ അച്ഛൻ പറഞ്ഞു ഇവിടെ ആന പോയിട്ടുണ്ട്, അടിപ്പൂട്ടി ആ പെരുന്നാളിൻ്റെ അവിടെ പോയിട്ടുണ്ട് ആന പറഞ്ഞു. അപ്പം ഞങ്ങൾ പോയി, അവിടെ കാറിൽ ഞങ്ങൾ പോയി അവിടെ എല്ലായിടത്തും നോക്കി. അപ്പോൾ ഗണപതി ആനയെ കാണാനില്ല.
തിരിച്ച് വരുന്ന സമയത്താണ് റോഡിൽ കൂടെ അപ്പോൾ രാമകൃഷ്ണനെയാണ് പാപ്പാൻ. രാമകൃഷ്ണൻ ആന കൊണ്ടുപോകണം കണ്ടു. അപ്പോൾ ആന പട്ടിന് താങ്ങി പോകുന്ന സമയത്ത് കണ്ടു. അവിടുന്ന് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ജേട്ടൻ്റെ അവിടേക്ക് പോയി. ആന ഉച്ചയ്ക്ക് പോയിട്ട് കണ്ടു അവിടെ. എന്നിട്ട് വൈകുന്നേരം പോയിട്ട് കച്ചവടമാക്കി. എന്തായിരുന്നു അതിന്റെ നമ്മൾ അവനെ സെലക്ട് ചെയ്യാൻ സ്വഭാവമാണോ അവന്റെ ഭംഗിയായിരുന്നു? അതിന്റെ ഭംഗിയാണെന്ന് പറയാൻ പറ്റില്ല. ആനയൂട്ടും പട്ടാഭിഷേകവും നടക്കുന്ന ചെറുവത്താനി ക്ഷേത്രത്തിലേക്ക് താളമേളങ്ങളുടെയും ആർപ്പ് വിളികളുടെയും അകമ്പടിയോടെ ആഘോഷമായാണ് പ്രതിശ്രുത രാജാവിനെ ആനയിക്കുന്നത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ സ്വീകരിക്കപ്പെടുന്ന VIP എല്ലാവർക്കും പിന്നിലായി താളത്തിൽ തഞ്ചത്തിൽ നടന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോഴതല്ല സ്ഥിതി. ഈ TV ക്യാമറകളുടെ മിന്നായം കാണുമ്പോൾ തന്നെ എല്ലാവന്മാരും കൂടി മുമ്പിൽ ചാടി കയറി മുഖ്യ അതിഥിയുടെ മുഖം കണി കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിലാകും. അതുകൊണ്ടാവും ഏവർക്കും മുന്നിലായി താൻ തന്നെ പട നയിക്കാമെന്ന് ഗണപതി തീരുമാനിച്ചത്. ചെറുവത്താനി ക്ഷേത്ര കവാടത്തിലേക്ക് എത്തിയതോടെ ഗണപതിയുടെ ഉള്ളം സഭാകമ്പം കൊണ്ട് പിടയ്ക്കാൻ തുടങ്ങി. ഉശിരൻ രസികൻ മുള്ളത്ത് ഗണപതിയുടെ പട്ടാഭിഷേക വിശേഷങ്ങൾ ഇവിടെ തീരുകയല്ല, തുടരുക തന്നെയാണ്.